ഭീകരവാദം വളർത്തി സൈനിക ഭരണത്തിലൂടെ പാകിസ്ഥാൻ ജനതയെ ദ്രോഹിക്കുകയാണ് ഷഹബാസ് ഷെരീഫും അസീം മുനീറും. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ അയൽ രാജ്യത്തെ എങ്ങനെ തകർക്കാമെന്ന ചിന്താഗതിയിലൂടെയാണ് ഓരോ നിമിഷവും പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ അധികാരങ്ങൾ ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആജീവനാന്ത പ്രതിരോധ ശേഷി നൽകുകയും ചെയ്ത 27ാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ ഇന്ത്യ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യ മടിക്കില്ല. ഏത് സാഹചര്യത്തിലായാലും അത് തുറന്നു പറയുക തന്നെ ചെയ്യും. മാത്രമല്ല, പാകിസ്ഥാനെ ഈ പ്രവൃത്തിയെ ഭരണഘടന അട്ടിമറി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മേധാവി അസീം മുനീറിന് പരമോന്നത അധികാരങ്ങൾ നൽകിയതിന് ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. ഭരണഘടനാ വികസനത്തിൽ സായുധ സേനയുടെ പങ്കിനെ കുറിച്ച് ആത്മപരിശോധന നടത്താൻ ഇസ്ലാമാബാദിനെ ഉപദേശിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞത്, ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അടുത്തിടെ പാസാക്കിയ 27ാം ഭേദഗതിയിലൂടെ സൈനിക സേനയെ ഒരു ഭരണഘടന അട്ടിമറിക്ക് പ്രാപ്തരാക്കി എന്നാണ്. ഈ ഭേദഗതി പ്രതിരോധ സേനാ മേധാവിക്ക് ആജീവനാന്ത പരിരക്ഷ നൽകി. 27ാം ഭേദഗതിയിലൂടെ തങ്ങളുടെ സായുധ സേനയ്ക്ക് ഒരു ഭരണഘടന അട്ടിമറി നടത്താൻ എങ്ങനെ അനുവദിച്ചെന്നും പ്രതിരോധ സേനാ മേധാവിക്ക് ആജീവനാന്ത പ്രതിരോധ ശേഷി നൽകിയെന്നും സ്വയം ചോദിച്ചുകൊണ്ട് അത് ആരംഭിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ നിയമവാഴ്ചയെക്കുറിച്ച് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. UN സുരക്ഷാ കൗൺസിൽ തുറന്ന സംവാദത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. 2025 നവംബറിൽ പാകിസ്ഥാൻ ഭരണഘടനയിലെ 27ാമത് ഭേദഗതി സൈന്യത്തിന്റെ മേധാവിത്വം ഫലത്തിൽ സ്ഥാപിച്ചു. ഒരു മാസത്തിനു ശേഷം ഷഹബാസ് ഷെരീഫ് സർക്കാർ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ പാകിസ്ഥാന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി ഔദ്യോഗികമായി നിയമിച്ചു. ആണവായുധങ്ങളുള്ള ഒരു രാജ്യത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ടതും ശക്തവുമായ സൈനിക സ്ഥാനമാണിത്. 3 സേനകളുടെയും തലപ്പത്ത് മുനീറിനെ നിയമിച്ച ഈ നിയമനം 5 വർഷത്തേക്കാണ്. CDF സ്ഥാനം 3 സേനകളുടെയും മേലുള്ള അധികാരം ഏകീകരിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ മേൽനോട്ടം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു. ഇത് മുനീറിന്റെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഏക സൈനിക വ്യക്തിയാക്കുന്നു. പുതിയ പദവി മുനീറിന് രാജ്യത്തിന്റെ പ്രസിഡന്റിന് തുല്യമായ നിയമപരിരക്ഷയും നൽകി. പ്രസിഡന്റിന്റെ പോലെ ഫീൽഡ് മാർഷലിനും നിയമപരമായ ഏതൊരു കുറ്റവിചാരണയിൽ നിന്നും ആജീവനാന്ത പ്രതിരോധ ശേഷി ലഭിക്കും. വ്യോമസേന, നാവികസേന മേധാവികൾക്കും സംരക്ഷണം നൽകിയിട്ടുണ്ട്. സൈന്യത്തിന് മേലുള്ള സർക്കാരിന്റെ മേൽനോട്ടം കുറയ്ക്കാനും ഭേദഗതികൾ സഹായിക്കുന്നു. അതേസമയം നിയമസമൂഹവുമായും വിശാലമായ സിവിൽ സമൂഹവുമായും വിശാലമായ കൂടിയാലോചനയും ചർച്ചയും കൂടാതെ ഭേദഗതി തിടുക്കത്തിൽ പാസാക്കിയതായി ചൂണ്ടിക്കാട്ടി. UN മനുഷ്യാവകാശ ഹൈ കമ്മീഷണർ വോൾക്കർ ടർക്കും ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. സുരക്ഷാ കൗൺസിൽ ചർച്ചയ്ക്കിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ തെറ്റായതും സ്വയം സേവിക്കുന്നതുമായ വിവരണത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് ഇന്ത്യയുടെ ശാസന. എന്റെ രാജ്യത്തെയും എന്റെ ജനങ്ങളെയും ദ്രോഹിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സുരക്ഷാ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായ പാകിസ്ഥാന്റെ പ്രതിനിധിയുടെ അഭിപ്രായങ്ങൾക്ക് ഞാനിപ്പോൾ മറുപടി നൽകുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് തെറ്റായതും സ്വയം സേവിക്കുന്നതുമായ ഒരു വിവരണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. 26 സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് 2025 മെയ് 7 ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ തീവ്രവാദികളെ ലക്ഷ്യമിട്ടെന്നും ഇന്ത്യ വാദിച്ചു. ഈ നിന്ദ്യമായ ഭീകര പ്രവർത്തനത്തിന്റെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും സ്പോൺസർമാരെയും ഉത്തരവാദിത്തപ്പെടുത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഈ മഹനീയ സമിതി തന്നെ ആവശ്യപ്പെട്ടു. അതാണ് ഞങ്ങൾ ചെയ്തതെന്നാണ് ദൂതൻ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.